വെൽക്കം ഓൾ. നമ്മൾ 2026 വിഷൻസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കില്ലൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് പോകുന്നത്. എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ബുക്ക് എടുത്ത് പേന എടുത്തൊക്കെ ഒന്ന് എഴുതുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ. അപ്പം എങ്ങനെയാണ് ആൾക്കാരെ പ്ലസൻ്റ് ആയിട്ട് കൊണ്ടുപോവുക, പീപ്പിൾ പ്ലീസിങ് ആയിട്ട് എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുക അതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. അപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു പോകും തോറും ആ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എവിടെ നോക്കിയാലും കുറേയധികം വീഡിയോസ് കാണുന്നുണ്ട്, ഗോൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസും ഇംഗ്ലീഷിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ഉള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വിചാരിക്കും. എല്ലാ ലാംഗ്വേജ് ഉള്ളവർക്കും ഇംഗ്ലീഷ് കൂടുതലൊക്കെ അറിയാമായിരിക്കും. അവരുടെ ബേസിക് ലാംഗ്വേജ് എന്താണെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണോ എന്തോ കണ്ട് ഇൻസ്പിറേഷണൽ വീഡിയോസ് കൂടുതലും കണ്ട് ഇംഗ്ലീഷിൽ തന്നെ കണ്ടതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷിലാണ് എനിക്ക് ഗോൾസ് ഉള്ളത്. അത് ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ട് നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് എൻ്റെ ഗോൾസ് എഴുതാൻ പറ്റുന്നില്ല? ഞാനിങ്ങനെ ആലോചിച്ച് ഗോൾസ് അതിൻ്റെ മലയാളം എന്തുവാ അതുപോലും എനിക്ക് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ മലയാളത്തിലൊരു ഉന്നമനം അല്ലേ, ഉന്നമനം ഇല്ലാത്ത ഒരു ലാംഗ്വേജായി മാറിയോ? എന്തുകൊണ്ടാണ് നമുക്കതിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തത്? ഇപ്പം തന്നെ അതിൽ കുറേ ഇംഗ്ലീഷ് വേർഡുകൾ ഓൾറെഡി കലർന്നു ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ അല്ലേ. എങ്ങോട്ടാണോ മലയാള ഭാഷയുടെ പോക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ 2026 ഗോൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഗോൾസിനെ എല്ലാ തവണയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം റിലേഷൻഷിപ്പാണ്. നമുക്ക് അമ്മയോടും കുഞ്ഞിനോടും അച്ഛനോടും ഭർത്താവിനോടും ഭർത്തൃ കുടുംബത്തിനോടും ഫ്രണ്ട്സിനോടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അപ്പം അതിൽ എന്തൊക്കെ ഗോളാണ് നിങ്ങൾക്കുള്ളത്? ഒരു 3 ചൂസ് ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. 3. എൻ്റെത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം അമ്മയായാലും വീട്ടിലെ അച്ഛനായാലും ഒക്കെ കാര്യങ്ങൾ ചെടി നടുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നുണ്ട്, പുതിയ പുതിയ പാചകങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്, എന്നത്തേക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായാലും ചെയ്യുന്നുണ്ട്. ആടിനെ വളർത്തുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇൻവോൾവ് ചെയ്യാറുള്ളത് വളരെ കുറവാണ്. അത്യാവശ്യം ക്ലീനിങ് സമയത്തൊക്കെ ഒന്ന് കൂടിയാലായി, അത്രേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകാറുള്ളൂ. അപ്പം അങ്ങനെയല്ലാതെ ഡെയിലി അവർ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാവുക. അവർ തുണി അലക്കം ചെന്ന് തുണി കഴുകാൻ സഹായിക്കുക, പാത്രം കഴുകുമ്പോൾ പാത്രം കഴുകാൻ സഹായിക്കുക. അങ്ങനെ അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റിൽ അത് എൻ്റെയും കൂടെ ആവശ്യമാണെന്ന് ഉൾക്കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ദേഹം അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റണം അവരുടെ കൂടെ. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഗോള് റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് ബെറ്ററാണ്. പിന്നീട് ജീവിതത്തിൽ എവിടെയോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ പഠിപ്പിച്ചൊരു ഡെഫിനിഷനിൽ എവിടെയോ നമ്മൾ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആവുന്നുണ്ട് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. എനിക്ക് സ്വയമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ എൻ്റെ 2 കാലിലാണ് നടക്കുന്നത്, ഞാൻ എൻ്റെ കാര്യം സ്വന്തമായിട്ടാണ് നോക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്, അല്ലെന്നല്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് അറിഞ്ഞോ അറിയാതോ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നുണ്ട് പലപ്പോഴും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാഹിച്ചാണോ വരുന്നത്, തളർന്നാണോ വരുന്നത്, ഫാനൊന്നും ഇടാനും അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മനുഷിക പരിഗണന നമ്മൾ ഇന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ ഇനി ആരും പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ ചെയ്യേണ്ട, ഒരു എഫേർട്ട് ഇട്ട് ഒരു ഗോളായിട്ട് എഴുതിയിട്ട് ചെയ്യേണ്ട ഒരു രീതിയിലോട്ട് നമ്മൾ വന്നു. അപ്പോൾ അതൊന്ന് ഗ്രാജുവലി മാറ്റിയെടുക്കുക. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുക. ഒരാളോട് ഒരു എമ്പതി തോന്നിയ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്, ഒരു നന്ദിപൂർവ്വം ഒരു റെസ്പെക്റ്റോടുകൂടി ആളുകളെ ട്രീറ്റ് ചെയ്യുക. നമ്മുടെ ഓഫീസിലെ സാറിനെയാണെങ്കിലും സാറേ എന്ന് വിളിക്കാൻ ഒരു മോശമാണ്. ഇയാൾ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ സാറെന്ന് വിളിക്കുന്നത്, അങ്ങനത്തെ ഒരു തോന്നല. അപ്പം അതുപോലെ ഹസ്ബൻഡിനെ ആയാലും പുള്ളിക്കാരൻ എന്നെക്കാട്ട് 2-3 വയസ്സ് മൂത്തയാണെന്നല്ലേ ഉള്ളൂ, എന്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം, ആ ഒരു ഫീല് വരുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ പല പല ആളുകളെ നമ്മൾ ഇന്നലെ കണ്ട ഒരാളാകാം, നമ്മുടെ ജീവിതത്തിൽ പണ്ട് മുതലേ പരിചയമുള്ള ആളാകാം, നമ്മൾ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ അതുപോലെ ഓരോരുത്തരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുകയാണെങ്കിൽ, അവരുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുകയാണെങ്കിൽ
ആ ഒരു സന്തോഷം എനിക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ എനിക്കത് കൊടുക്കാൻ പറ്റും. അതിൽ മാത്രം ഹാപ്പിനെസ്. അയാളുടെ അച്ചീവ്മെന്റിൽ ഞാനൊരു പാർട്ടാണ്, അല്ലെങ്കിൽ അതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രയും മതി. അല്ലാതെ അയാൾ എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരണമെന്ന് എക്സ്പെക്ട് ചെയ്യാതെ ഒരാളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ പറ്റുക, അവരോട് കുശുമ്പോ അസൂയയോ വെച്ച് പുലർത്താതെ അയാളുടെ വിജയത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റുക, അയാളുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാക്കാൻ പറ്റുക, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട്. അതാണ് എൻ്റെ റിലേഷൻഷിപ്പിന്റെ 3 ഗോൾ. അടുത്തത് ഹെൽത്താണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അത് വേണം. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു 3 ഗോളുകൾ സെലക്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ BMI കുറച്ച് കൂടുതലാണ്. എനിക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഒരു 54-56 കിലോഗ്രാം ഭാരമുണ്ട്. അപ്പം BMI കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അത് കുറയ്ക്കണം. എനിക്കൊരു 48 കിലോ ആയിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ്. അപ്പം ആ ഒരു കിലോയിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഒരു ഗോൾ. പിന്നെ എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആണ്. ഞാനിപ്പം അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്തോ ഏജിങ് ഒക്കെ എൻ്റെ മുഖത്തൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഒന്ന് സ്കിന്നൊന്ന് അകത്തുനിന്നൊരു ഗ്ലോ വരിക, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിരി, അകത്ത് സന്തോഷം തൊലിപ്പുറത്ത് പ്രതിഫലിക്കണം, ഒരു ഗ്ലോ ഉണ്ടാക്കണം. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ഫിറ്റായിട്ടുള്ള ഒരു ബോഡിയാണ്. എനിക്കൊരു 10 പുഷപ്പും ഒരു 5 പുള്ളപ്പും ഒക്കെ എടുക്കാൻ പറ്റണം. ഒരു സൂര്യ നമസ്കാരം ഒരു 7 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റണം. 10-21 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റണം. ഒരു പടിയൊക്കെ കിതയ്ക്കാതെ ഓടിക്കയറാൻ പറ്റണം. അങ്ങനെ ഒരു ആരോഗ്യം, ഫിറ്റ്നസ് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ നമുക്ക് പറയാനുള്ളത് കരിയർ ഗോളാണ്. കരിയർ ഗോൾ എന്താണെന്ന് കാണണ്ടേ. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഗോൾ എന്താണ്? ഓക്കെ, അപ്പം എൻ്റെ കരിയർ MSW ഞാൻ തുടങ്ങി വെച്ചല്ലോ, അതെനിക്ക് 2nd ഇയർ കംപ്ലീറ്റ് ചെയ്യണം. പ്രധാനമായിട്ട് പ്രാക്ടിക്കലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് MSW ക്ലിയർ ചെയ്യണം. രണ്ടാമതായിട്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഞാൻ കുറേ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടേക്കാണ്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ സ്ഥലത്തോട്ട് എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ എഫോർട്ടാണ് ഇടേണ്ടത്. അതിട്ട് സെറ്റിലാവണം, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു LGS വേരിയസ് പൊസിഷനിലാണ്. എൻ്റെ ഒരു പൊട്ടൻഷ്യലിന് അത് പോരാ, കുറച്ചുകൂടെ മികച്ച ഒരു രീതിയിൽ എത്തണമെന്നുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് അതിലെത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പം കുറച്ചും കൂടെ എക്സാംസിനെ സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യാൻ പറ്റട്ടെ, അതെൻ്റെ ഒരു ഗോളാണ്. എക്കണോമിക് ഗോൾ നമ്മുടെ ഒരു സാലറി ഉണ്ടല്ലോ, അല്ല നമുക്കൊരു വരുമാനം, എത്ര രൂപ നമ്മൾ സേവ് ചെയ്യണം, എത്ര ചിലവാക്കണം, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം നിലവിൽ എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്. അതായത് ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പോസ്റ്റ് ഓഫീസിലായിരിക്കും, SIP ആയിരിക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, അങ്ങനത്തെ ഉള്ള. അപ്പം അതെല്ലാം എനിക്ക് തുടർന്നും കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ ഇപ്പം ബാലൻസ് അക്കൗണ്ട് 0 ആവും അത് കഴിയുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ പോകാതെ ഒരു 10,000 എങ്കിലും ബാലൻസ് ഇടണം. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് മേടിക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ പിന്നെ നമ്മുടെ ഈ പൈസ ഇല്ലാതിരിക്കും. അപ്പോൾ ആ ഒരു 10,000 എപ്പോഴും ബാലൻസ് കീപ്പ് ചെയ്യണം. അതാണ് 2nd ഗോള്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിന് എനിക്കൊരു അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്കില്ലോ എന്തെങ്കിലും പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ എൻ്റെ ബ്യൂട്ടി ഒന്ന് കുറച്ചുകൂടെ ഇതാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നന്നായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഇത്രയാണ് എൻ്റെ എക്കണോമിക് ഗോൾസ്. പിന്നെ സ്കില്ലെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയത് പഠിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഒരു മാസം കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല്, അങ്ങനെ 12 എണ്ണം എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഒരെണ്ണം സ്വിമ്മിങ് എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ വർഷമേ ഞാൻ ടാർഗറ്റ് ഇട്ടായിരുന്നു. ക്ലാസ്സിനൊക്കെ പോയെങ്കിലും നീന്താൻ അറിഞ്ഞൂടെ ഇപ്പോഴും. അതുകൊണ്ട് അത് പഠിക്കണം. അതേപോലെ ഏത് സ്കില്ലാണോ ആവശ്യം, സർവൈവൽ സ്കില്ലാകാം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സ്കില്ലാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ 12 സ്കില്ല് ഞാൻ പഠിക്കും ഈ വർഷം. പിന്നെ റീഡിങ് എനിക്ക് കഴിഞ്ഞ വർഷമേ ഞാൻ തുടങ്ങി. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീഡിങ്. അതെനിക്ക് ഹോബി, അതിൻ്റെ ഒരു സ്കില്ലിൽ എന്തായാലും നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ വരും റീഡിങ്. അപ്പം അതെനിക്ക് തുടർന്ന് കൊണ്ടുപോകണം. പിന്നെ ഇപ്പോൾ വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങി. ഒരു 365 വീഡിയോ ഒരു വർഷം കൊണ്ട് എനിക്ക് ഇട്ട് തീർക്കണം. ജസ്റ്റ് വീഡിയോ ഇട്ട് നോക്കാം, എന്തോ ഒരു മെച്ചമുണ്ടാകും നോക്കാം, നമുക്കും കാണുന്നവർക്കും ഒക്കെ അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ സ്കില്ലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 3 ഗോൾ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുക അത്. ഞാൻ വിചാരിക്കുന്ന ഒരു സ്പായോ അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും, ഒന്ന് ഇതാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം. മുടി സ്ട്രെയിറ്റ് ചെയ്ത് കളർ ചെയ്യുന്നതോ
പിന്നെ എന്താ പറയുന്നത്, നല്ല ഡ്രസ്സിങ് സ്റ്റൈല് കൊണ്ടുവന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഒരു കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന രീതിയിലേക്കൊരു ഇതൊക്കെ ഒന്ന് മാറ്റിയിരുന്ന എന്താ പറയുക, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ സെലക്ട് ചെയ്തൊരു നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് അതൊക്കെ കൊണ്ടുവരിക. ഓക്കെ. എൻ്റർടൈൻമെൻറ്റിനകത്ത് ഇഷാന് 2 വയസ്സാവും. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു രാജ്യം കണ്ടു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, മലേഷ്യ. അതുപോലെ 2 രാജ്യം കൂടെ കവർ ചെയ്യണം. 3 രാജ്യം കവർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം കവർ ചെയ്തു, 2 കവർ ചെയ്യണം ജൂലൈക്ക് മുമ്പ്. അതാണ് ഒരു എൻ്റർടൈൻമെൻറ്റിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ വായിച്ചു, നമ്മുടെ ഫുൾ മൂൺ ഡേയിലുണ്ടല്ലോ നമുക്ക് താജ്മഹൽ രാത്രി വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരാഗ്രഹം. താജ്മഹൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പകലും ഒന്ന് കണ്ട് രാത്രി ഒന്ന് കാണണം. അപ്പോൾ രാത്രിയിൽ താജ്മഹൽ കാണണം, അങ്ങനൊരു ആഗ്രഹമുണ്ട്. എൻ്റർടൈൻമെൻറ്റിനകത്താണ് കേട്ടോ. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് നൈമിഷ്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെ നമ്മൾ ഓർത്തെടുക്കണം. അതുകൊണ്ട് ദിവസവും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി സന്തോഷമായിട്ടിരിക്കണം. അത് ഞാനൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഓൾറെഡി വായിച്ചതിനകത്ത് പറഞ്ഞതാണ്. മൈക്രോ ഹാപ്പിനെസ് എന്നാണ് പറയുക. എപ്പോഴും നമ്മൾ വലിയ വലിയ അച്ചീവ്മെൻറ്റ് മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഉള്ളിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ഗോൾസ് ഇതൊക്കെയാണ് 2026. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതചര്യയിൽ കൊണ്ടുവരണം, അതാണ് റൊട്ടീൻ. ആ റൊട്ടീൻ നമ്മൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളുമാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഗോൾസാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് സമയം തരികയാണ്, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗോൾസ് ആണ് വേണ്ടത്, ആ ഗോൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായിട്ട് ആലോചിച്ച് സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ട് ഇരിക്കുക. അടുത്തത് ഇങ്ങനെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്തത് ഞാൻ പറയുന്നത്. അതാണ് നമുക്കൊരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ അത് ഫോളോ ചെയ്യാൻ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് അത് ഫോളോ ചെയ്യാം. അപ്പോൾ അത് രണ്ടിനെയും നമുക്ക് ട്രാക്ക് ചെയ്യുന്നൊരു ട്രാക്കർ വേണം. അതാണ് അടുത്ത ദിവസം പറയുന്നത്, അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പം എല്ലാവരും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് സൂപ്പറായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഗോൾസ് എഴുതാനുള്ള ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. താങ്ക് യു.